പക്ഷെ നമ്മൾക്ക് ഇപ്പൊ വരുന്ന മിക്ക സിനിമയ്ക്കും ഈ സെൻസർ ഇഷ്യൂസ് വരുന്നു, പേരിന്റെ പേരിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതായി പോകുന്നതായിട്ട് തോന്നുന്നു. നമ്മള് ഇപ്പൊ ഒരാള് ചിന്തിക്കുന്നതാണല്ലോ സിനിമ, ഒരാൾ ചിന്തിക്കുന്ന എഴുതുന്നതും അത് എടുക്കുന്നതുമാണല്ലോ സിനിമ. അപ്പൊ അതിന് കത്രി വെക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല, ഇത് പാടില്ല. ഇപ്പൊ വിജയുടെ സിനിമ ഇറങ്ങത്തേയില്ല, അങ്ങനൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സിനിമകള് സ്വപ്നങ്ങളില്ലാതായി പോകുന്ന അവസ്ഥ വരല്ലേ. നമ്മൾ അത്രയും നാളത്തെ അധ്വാനമല്ലേ. ശരി, അത് സ്വപ്നങ്ങളും പ്രയത്നങ്ങളും എത്രയോ കഷ്ടപ്പാടായിരിക്കും. അത് ഒരു നിമിഷം കൊണ്ട് അതിനൊരു ഇത് വരാന്ന് പറയുമ്പോ എല്ലാവർക്കും അത് സങ്കടം. ഇപ്പൊ ചേച്ചിയാണെങ്കിലും സീരിയലും ചെയ്യാറുണ്ട്, സിനിമ ചെയ്യാറുണ്ട്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സീരിയൽ ചെയ്യുന്നവർക്ക് സിനിമ അവസരങ്ങള് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ആ ഒരു അഭിനയത്തിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ക്യാരക്ടർ അത്രയും ചെയ്യാൻ പറ്റില്ല. അഭിനയത്തിൽ എന്താ വ്യത്യാസം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവർ തന്നെ പറയും സീരിയൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. എന്താണ് മനസ്സിലാവുക, സീരിയൽ ഒന്ന് നിർത്തി കുറച്ചൊന്ന് ബ്രേക്ക് ആക്കിയിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നത് കൊണ്ട് അല്ല, അത് എന്നും കാണണല്ലേ, അതുകൊണ്ട് സിനിമ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അർത്ഥം എനിക്ക് മനസ്സിലാവും. പ്രധാന കാരണം ഇപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ മെഗാ സീരിയലാണല്ലോ, എല്ലാ മാസവും ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഒരു സീരിയൽ അഭിനയിക്കുന്നവർക്ക് എല്ലാ മാസവും 1 മുതൽ 15 വരെയോ അല്ലെങ്കിൽ 15 മുതൽ 30 വരെയോ അവർക്ക് ആ ലൊക്കേഷൻ അഭിനയിച്ചേ പറ്റുള്ളൂ. സിനിമ എന്ന് പറയുമ്പോൾ ഒരു 40, 50, 60 ദിവസവും ഫുൾ ഷൂട്ട് ചെയ്യുന്ന, അപ്പം ഒരു 5 ദിവസം ഷൂട്ടുള്ളവരും 15 ദിവസവും 20 ദിവസവും ചിലപ്പോൾ അവിടെ കിടക്കേണ്ടി വരും. ഈ ലൊക്കേഷൻ ചിലപ്പോൾ ഒരു ദിവസം ഒരു സീൻ ഉണ്ടാകുള്ളൂ. അപ്പൊ അവർക്ക് പറയുന്നത് പാക്കേജ് ആണ്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇത്ര രൂപ, സീരിയൽ അങ്ങനെയല്ല, ഡെയിലി പൈസയാണ്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര രൂപ. അപ്പം സിനിമയിൽ അഭിനയിക്കുമ്പോൾ സീരിയൽ അഭിനയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഡേറ്റ് കൊടുക്കാൻ. അതൊരു കാരണമുണ്ട്. ഇനി ഈ പുതിയ സിനിമകൾ, പുതിയ ആൾക്കാർ സിനിമകൾ ചെയ്യുമ്പോൾ അവര് നോക്കുമ്പോൾ സീരിയലുള്ളവർ വേണ്ട എന്ന് തീരുമാനിക്കും. നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും, പക്ഷെ അത് സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ആ സിനിമയിൽ വരുമ്പോ അവർ ഉദ്ദേശിച്ച ആ ഒരു മൈലേജ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ മെയിൻ റീസൺ ഇതാണ്, സീരിയൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല, ഡേറ്റ് ഇഷ്യൂ വരും. അതിൽ സീരിയൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സിനിമ അഭിനയിക്കാൻ പോകും. സെക്കൻഡ് ഇഷ്യൂ ഞാനും കേട്ടിട്ടുണ്ട്, ലൈക്ക് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോ ആ ഒരു ചേഞ്ചിന്റെ പ്രശ്നം വരാറുണ്ട്. ഇപ്പൊ വെബ് സീരീസ് വരുന്നു. ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ഹോട്ട്സ്റ്റാർ ഉണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, C5 ഉണ്ട്, സി കേരളം ഉണ്ട്. സി കേരളത്തിൽ അഭിനയിക്കുന്ന ഒരാളെ C5 വെബ് സീരിയൽ അഭിനയിപ്പിക്കില്ല. അതിന് വേറൊരു, അത് സിനിമയിലുള്ളവരെ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത മുഖങ്ങള് അങ്ങനെയുള്ളവരെ അഭിനയിപ്പിക്കുന്നുള്ളൂ. ഇപ്പൊ ഏഷ്യാനിൽ അഭിനയിക്കുന്നത് ഹോട്ട്സ്റ്റാറിലെ വെബ് സീരിയൽ അഭിനയിപ്പിക്കില്ല.